പുറത്തുണ്ട്, ഷാജോണൊക്കെ അകത്തുണ്ട്, അവർ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഇറങ്ങിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. വളരെ നന്മയുള്ള സിനിമ, നമ്മൾ കാണേണ്ട സിനിമ, കുട്ടികളൊക്കെ കാണേണ്ട സിനിമ. തീർച്ചയായിട്ടും മെസ്സേജ് മാത്രമാണ് ഈ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നഗരത്തിൽ താമസിക്കുമ്പോൾ നഗരത്തിൻ്റെ വേസ്റ്റുകൾ വഹിക്കാൻ ഒരുപാട് നഗരത്തിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഏരിയയിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ അറിയുന്ന മനസ്സിലാക്കുന്നു. എല്ലാവരും സിനിമ വന്ന് കാണുക, അതാണ് പറയാനുള്ളത്. സിനിമയെക്കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലേട്ടന് ഒരു പ്രത്യേക താങ്ക്സ്. കാര്യം ഇതേപോലൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് ഒരു സിനിമയാക്കിയതിനും അതിലൊരു അഭിനയിക്കാനൊരു അവസരം തന്നെ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും ഈ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും ഇപ്പം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും അത് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിനിമ വരേണ്ട ഒരു സമയത്ത് തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അല്ലേട്ടൻ നിങ്ങളോട് പറയും. അല്ല, എനിക്ക് കൂടുതലൊന്നും പറയാനുള്ളത് സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സിനിമ ഒന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. നമ്മുടെ മാക്സിമം നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി ജനങ്ങളാണ് ഇതിൻ്റെ ഒരു വിധികർത്താക്കൾ. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ് വെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. കലയിൽ തലമുറക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിലൂടെ ജീവിച്ചുകൊണ്ട് കഴിയുകയാണ്. ഇതിനൊരു സർക്കാരിനടുത്ത് പല കാര്യങ്ങൾ നടക്കുന്നതിലും വേണ്ട വിധത്തിൽ അത് ഇപ്പോൾ ശരിക്കും ഇതിനേക്കാളുപരി നമുക്കൊക്കെ അനുഭവപ്പെടുന്ന വേറൊരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ഈ മാലിന്യം കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കരമായ ആ സമയത്ത് ആ ഒരു കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാൻ റോഡ് കൂടി തന്നെ പറ്റാറുണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ ഈ സിസ്റ്റമെല്ലാം മാറ്റുന്ന സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെ എല്ലാത്തിനും ഏറ്റവും ലേറ്റസ്റ്റായ ടെക്നോളജി ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ മാലിന്യം മാറ്റുക, മുക്തമാക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏരിയയിൽ തന്നെ അത് സംസ്കരിച്ച് എന്തെങ്കിലും രീതിയിലേക്ക് മാത്രം മാറ്റിയാൽ മാത്രം ഗവൺമെൻറ്റിൻ്റെ നല്ല ഒരു സപ്പോർട്ട്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കോർപ്പറേഷനൊക്കെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെ മാലിന്യം എടുക്കുന്നത്, ആ എടുക്കുന്ന സമയത്ത് ആ ദിവസം രാവിലെ 1-2 മണിക്കൂർ നമുക്ക് ആ ഏരിയയിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആ ബുദ്ധിമുട്ട്, ആ ഒരു അവരുണ്ടായിരുന്ന അത്രയും വലിയ വിഷം അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പടം വളരെ റിലവൻ്റായിട്ട് എടുത്ത് നന്നായിട്ട്. ഷാജു ചേട്ടൻ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു സമകാലീന പ്രാധാന്യത്തിലുള്ള ഒരു സബ്ജക്റ്റ് വളരെ നന്നായിട്ട് എടുത്തു. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. പടം നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. പത്രത്തിലൂടെ വാർത്തകളിലൂടെയൊക്കെയാണ് കണ്ടത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഭീകരതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാജോണാണെങ്കിലും ലതയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. വൈഫായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. ഇതൊരു കുടുംബ ചിത്രം കൂടിയാണ്. ബ്രഹ്മപുരത്തിൻ്റെ കഥ പറയുന്നു എങ്കിലും അതിൽ ഒരു കുടുംബ ചിത്രം കൂടിയാണത്. അത് നിങ്ങളെല്ലാവരും കാണണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇതിൽ പറയണത് നമ്മളുടെ കുടുംബത്ത് അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കാനും കൂടിയുള്ള ഒരിതാണ്. അത് വെച്ചിട്ട് ഇതൊരു അവയർനെസ് ഫിലിം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കുടുംബചിത്രം തന്നെയാണ്. അറിയാവുന്ന 2 കാര്യങ്ങൾ തന്നെ വരും. ഇതിലൊന്ന് ബ്രഹ്മപുരം പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അനുഭവം അത് വെളിത്തിരിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ പെർഫോമൻസ് വൈസ് ഷാജോൺ ചേട്ടനൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പയ്യൻ ടീച്ചർ എല്ലാവരും നല്ല രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മളിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിലേക്ക് ചെയ്യുന്നത്. സൂപ്പറായിട്ട് എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെ. പക്ഷെ ജനങ്ങളിലേക്ക് എത്തണം. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ,